മോഡിജി പറഞ്ഞ വാക്കുകൾ എൻ്റെ വലം കൈയാണ്, അത് തന്നെയല്ല ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റായി വരുന്നത്. തീർച്ചയായിട്ടും. കാരണം അത് എത്ര വിവരിച്ചാലും മതി വരില്ല. കാരണം അത്രത്തോളം വലിയൊരു സ്നേഹമാണ് അദ്ദേഹം നൽകിയത്. ആ സ്നേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. അദ്ദേഹം നൽകുന്ന ഒരു വലിയ പിന്തുണ, കാരണം ചെറിയ പിന്തുണയല്ല അദ്ദേഹം നൽകിയത്, വലിയ പിന്തുണയാണ് അദ്ദേഹം നൽകിയത്. ഇത്രയും നാളും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ചെറിയ തോതിൽ ഒരു എളിയ പ്രവർത്തന രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചതിന് അദ്ദേഹം വലിയ രീതിയിൽ അക്നോളജ് ചെയ്തു. അത് നൽകുന്നൊരു വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും തിരുവല്ല ജനങ്ങളും കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഇത്തവണ നരേന്ദ്രമോദിജിയുടെ കരുതൽ തിരുവല്ലയ്ക്കൊപ്പം ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം തിരുവല്ല ജനങ്ങൾക്കുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. അനൂപ് ആൻ്റണി എന്ന ഒരു രാഷ്ട്രീയ നേതാവിന് അത് നരേന്ദ്രമോദിയുമായി, ലോക നേതാവായ നരേന്ദ്രമോദിയുമായുള്ള ഒരു ആത്മബന്ധം, തൻ്റെ വലം കൈയായി പ്രവർത്തിക്കുന്നു, തനിക്ക് വേണ്ടി രാവും പകലുമില്ലാതെ പ്രവർത്തിക്കുന്നു. ഇതിൽ കൂടുതൽ എന്താണ് ഒരു അംഗീകാരം ലഭിക്കാനുള്ളത് അല്ലേ? തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം ലോകാരാധ്യനായിട്ടുള്ള വ്യക്തിയാണ്. ലോകത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണ്. ഇവിടെ തിരുവല്ലയിലുള്ള സാധാരണക്കാരായ എന്നെക്കുറിച്ച് അദ്ദേഹം ഇത്രയും വളരെ മനസ്സുകൊണ്ട് വിവരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ്. അതെത്ര വിവരിച്ചാലും മതി വരില്ല അതിനെക്കുറിച്ചുള്ള സന്തോഷം. അപ്പോൾ ആ സന്തോഷം തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. അത് വിവരിക്കാൻ അപ്പുറത്തുള്ളൊരു കാര്യമാണ്. ഈ ശരിക്കും വലിയൊരു സദസ്സ്, അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, അതോടൊപ്പം തന്നെ മോഡി, ആ ഒരു വേദിയിൽ വെച്ചാണ് ലഭിക്കുന്ന ഒരു അംഗീകാരം. ആ ഒരു സമയത്തെ മനസ്സിലുള്ള ആ ഒരു ഫീലിംഗ് എങ്ങനെയായിരുന്നു? അന്നേരം ഞാൻ പെട്ടെന്ന് ബ്ലാങ്കായി പോയി. കാരണം അത്രയും വലിയൊരു സ്നേഹം അദ്ദേഹം അന്നേരം പകരുമെന്ന് ഞാൻ കരുതിയതല്ല. പക്ഷേ അദ്ദേഹം എപ്പോഴും അങ്ങനെയാണ്, എപ്പോഴും ഞെട്ടിക്കാറുണ്ട്. ഇതിനു മുമ്പ് ഇതുപോലെ പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞെട്ടിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി, ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ അടുത്ത കണ്ട ഒരു വ്യക്തി എന്ന രീതിയിൽ ഏറ്റവും താഴെയുള്ള പ്രവർത്തനെ പോലും അദ്ദേഹം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു പ്രകൃതം, അതാണ് നരേന്ദ്രമോദി വ്യത്യസ്തനാക്കുന്നത്. അതുകൊണ്ടത് അനൂപ് ആൻ്റണി എന്നൊരു വ്യക്തി മാത്രമല്ല, കാരണം അദ്ദേഹം ആരെയൊക്കെ നേരിട്ട് അറിഞ്ഞിട്ടുണ്ടോ, ആരുടെയൊക്കെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ടോ, അവരെയൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു നേതാവ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വലിയ സന്തോഷമുണ്ട്, ഒരു ചാരിതാർത്ഥ്യമുണ്ട് അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ സാധിച്ചതിൽ. തെരഞ്ഞെടുപ്പിന് ഇനി 3-4 ദിവസങ്ങൾക്കപ്പുറത്തേക്ക് തിരുവല്ല വിധി എഴുതാൻ പോവുകയാണ്. എന്തായാലും നരേന്ദ്രമോദിയുടെ ഈ ഒരു സന്ദർശനം, അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അത് എത്രത്തോളം ആത്മവിശ്വാസം നൽകുന്നു? വലിയ ആത്മവിശ്വാസമാണ്. കാരണം ജയിക്കുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പം ജയത്തിനേക്കാളും വലിയ ഒരു വിജയമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രധാനമന്ത്രി നൽകിപ്പോയത്, തിരുവല്ല ജനങ്ങൾക്ക് നൽകിപ്പോയത് വലിയൊരു ഉറപ്പാണ്. കാരണം ഞാൻ കൂടെയുണ്ട്, തിരുവല്ലയ്ക്കൊപ്പമുണ്ട്, അനൂപ് ആൻ്റണിക്കൊപ്പമുണ്ട് എന്നുള്ള ഉറപ്പാണ് അദ്ദേഹം നൽകിയിട്ട് പോയത്. ഇത് തിരുവല്ല ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പാണ്. തീർച്ചയായിട്ടും അത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. ഒരു കാര്യം കൂടെ, അതായത് പ്രധാനമന്ത്രി കൃത്യമായിട്ട് ചില സൂചനകളും വിശദീകരണങ്ങളും നൽകി. ഇപ്പോൾ FCRA വിഷയത്തിലാണെങ്കിലും ക്രൈസ്തവ വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇടതുവലത് മുന്നണികൾ നടത്തുന്ന കള്ളപ്രചരണങ്ങളൊക്കെ ആണ്, അതിനെയൊക്കെ കൃത്യമായിട്ട് തുറന്നു കാണിക്കുന്ന ഒരു സമീപനം. ഒപ്പം ശബരിമല വിഷയത്തെ കൃത്യമായിട്ട് അദ്ദേഹം തുറന്നു കാട്ടി. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്ക് മുൻപിൽ അദ്ദേഹം കൃത്യമായിട്ടൊരു തുറന്നു കാട്ടുന്ന ഒരു സമീപനം ഉണ്ടായി. ഇത് ഇടതുവലത് മുന്നണികൾക്ക് എത്രമാത്രം പ്രതിരോധം തീർക്കുന്നതായി? ഇനി എന്താണ് ഇടതുവലത് മുന്നണികൾക്ക് പറയാനുള്ളത്? FCRA വിഷയത്തിൽ അവർ കള്ളം പ്രചരിപ്പിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആരാണോ ഇതിൻ്റെയൊക്കെ മുകളിലിരിക്കുന്ന ഈ ബില്ലുകളിലൊക്കെ പാസ്സാക്കുന്ന ആ ഗവൺമെൻറ്റിൻ്റെ പാർലമെൻറ്റിൻ്റെയൊക്കെ ഏറ്റവും മുകളിലിരിക്കുന്ന വ്യക്തി, ഭാരതത്തിൻ്റെ അതോറിറ്റി തന്നെ പറയുകയാണ് അതിനകത്തൊന്നുമില്ല ആശങ്കപ്പെടാനായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനപ്പുറത്തേക്ക് ഇനിയിപ്പോൾ എന്ത് കള്ളങ്ങൾ പറയാനാണ് ഇവർ? അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ, CAA കൊണ്ടുവന്ന സമയത്ത് ഇതേപോലെ കള്ളപ്രചരണങ്ങൾ നടത്തി. പക്ഷേ ആ പ്രചരണങ്ങൾ പിന്നീട് അസാധുവായില്ലേ? അത് ഇവരുടെ രാഷ്ട്രീയം എനിക്ക് കഷ്ടം തോന്നുന്നുണ്ട്. ഈ ഇടതു വലത് മുന്നണിയുടെ രാഷ്ട്രീയത്തിൽ എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? നരേന്ദ്രമോദിയെ പോലെ അധ്വാനിച്ച് ജനഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയം ചെയ്യുക, അത് ചെയ്യാതെ കള്ളം പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയം എത്രത്തോളം ചെയ്താലും അത് ഇനി ഫലപ്പോവില്ല. ഇനിയിപ്പം FCRA ആയിക്കൊള്ളട്ടെ, ഏത് വിഷയത്തിലായിക്കൊള്ളട്ടെ, ഇനി ഒരു കള്ളവും അവർക്ക് പ്രചരിപ്പിക്കാനില്ല. അപ്പം കേരളത്തിലെ സൂക്ഷ്മമായിട്ടുള്ള വിഷയങ്ങൾ, ഇപ്പോൾ ഈവൻ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ പോലും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളം അല്ലെങ്കിൽ കേരളത്തിനോട് പോലും അത്രയും കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്, ഇവിടുത്തെ കാര്യങ്ങളടക്കം സൂക്ഷ്മമായിട്ട് ദർശിക്കുന്നുണ്ട് അദ്ദേഹം എന്നുള്ളതിൻ്റെയൊക്കെ സൂചനയായിരുന്നു. അതെ, റോഡുകളുടെ അവസ്ഥ. കാരണം നരേന്ദ്രമോദി എന്ന നേതാവിനെ വ്യത്യസ്തമാക്കുന്നത് പ്രശാന്ത് കിഷോർ എന്നൊരു തവണ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എതിർപക്ഷത്തിരിക്കുന്ന ആളാണ്. നരേന്ദ്രമോദി എന്ന ഒരു നേതാവിൻ്റെ ഒരു ഗുണം, അദ്ദേഹം ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് മുകളിലേക്ക് വന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇതുവഴി വരുമ്പോൾ തന്നെ അറിയാം ഏത് റോഡിൻ്റെ എന്ത് വിഷയമാണ്, ഏത് പാലത്തിൻ്റെ എന്ത് വിഷയമാണ്. ഓരോ കാര്യത്തിലും അദ്ദേഹത്തിന് മൈന്യൂട്ടായിട്ടുള്ള ശ്രദ്ധ പോകുന്ന വ്യക്തിയാണ്. അദ്ദേഹം സമയമെടുത്ത് കാര്യങ്ങൾ പഠിക്കുന്ന വ്യക്തിയാണ്. 1.5 മണിക്കൂർ അദ്ദേഹം പ്രസംഗിച്ചില്ലേ? ഏതൊരു ലോക നേതാവ് 1.5 മണിക്കൂർ നിന്ന് തിരുവല്ല ജനങ്ങളോട് സംസാരിക്കും? ഇതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ 7 കൊല്ലത്തെത്താൻ പോലും മറ്റൊരു ദേശീയ നേതാവിനും സാധിക്കാതെ വരുന്നത്. ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ പഠനത്തോടും ഹോംവർക്കോടും കൂടിയാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ലോകം നേതാവായി അംഗീകരിക്കുന്നത്. അവസാനമായിട്ട് ഒരു ചോദ്യം, നല്ലൊരു അടി കിട്ടിയത് കണ്ടായിരുന്നത് മോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ അടിച്ച് ഭാരമുള്ള അടിയാണ് കേട്ടോ. അത് സ്നേഹത്തോടുള്ള അടിയാണ്. അത് ഞാൻ ഒരു സമ്മാനമായിട്ട് തന്നെ സ്വീകരിച്ചു. തീർച്ചയായിട്ടും വളരെ നന്ദി ചേട്ടാ. എന്തായാലും ചേട്ടന് എല്ലാ വിജയാശംസകളും നേരുകയാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന്.